Hello friends, I am Sri and welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു 10 മിനിറ്റിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കുക്കർ കടലക്കറി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബിസി ആയിട്ടുള്ള മോർണിംഗ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ചോറിനും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേദിവസം തന്നെ ഒരു കപ്പ് കടല വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത കടലയാണിത്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി നമുക്ക് ഈ കടലക്കറിക്ക് നമ്മുടെ ഈ പൊടികളൊക്കെ ഇല്ലേ, മുളക് പൊടി, അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല സ്പൈസി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ പൊടികളുടെയൊക്കെ ആ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി നല്ല പാകമായിട്ടൊന്ന് വരട്ടെ. ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡി ആയിട്ട് വരും. ഇതപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ഈ ഫ്രൈ പാനിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുക്കർ മാത്രമാണ്. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടല കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തക്കാളി മുറിച്ചത്, ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണിത്. ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടികളില്ലേ, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇനി ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലയെല്ലാം വേവിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കടലയേക്കാളും മുകളിൽ നിൽക്കണം വെള്ളം. നമ്മളിപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു മീഡിയം ഗ്രേവി ഉണ്ടാവും. ഇനി അതിനേക്കാൾ കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ ഒരു 2.5 to 3 കപ്പ് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി കുക്കർ അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കടല വേവിച്ചെടുക്കാവുന്നതാണ്. ഓരോ സ്ഥലത്ത് കിട്ടുന്ന കടലയുടെ വേവ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കടല കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇപ്പം കുക്കറിൻ്റെ വിസിലൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇനി ഇതൊക്കെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് അതിലിങ്ങനെ അലിഞ്ഞ് ചേരും കേട്ടോ. നല്ല തിക്കായിട്ട് തന്നെ കറി വന്നിട്ടുണ്ട്. ഇനി ഇത്തിരി കൂടെ കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2.5 കപ്പോ അല്ലെങ്കിൽ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ. ഇവിടെ ഇപ്പോൾ ഇത്ര ഗ്രേവി മതി കേട്ടോ. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കടലക്കറിയൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സമയത്ത് കടുക് പൊട്ടിച്ച് താളിക്കുകയോ അല്ലെങ്കിൽ ഉള്ളി താളിക്കുകയോ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് മല്ലിയുടെ ഇല അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കറി സെർവ് ചെയ്യാവുന്നതാണ്. ഈ കറി ഇപ്പോൾ നമ്മളൊരു ഗ്രേവി ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ബാക്കിയുണ്ടെങ്കിൽ നമുക്കിത് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല കടല റോസ്റ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ തോരനൊക്കെ ഇല്ലേ, അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും കടലക്കറി റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത പ്രാവശ്യം കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.